ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പോപ്സിക്കിളാണ്. ഇത് ഒറിയോ വെച്ചിട്ടുള്ള പോപ്സിക്കിളാണ്. ഇനി പ്രത്യേകിച്ച് മോൾഡോ അങ്ങനെയൊന്നും ആവശ്യമില്ല. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിൽ കുക്കിങ്ങും വരുന്നില്ല. ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒറിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് പാക്കറ്റ് എടുത്താൽ മതി. ഞാനിപ്പോൾ 6 പോപ്സിക്കിളാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 6 പാക്കറ്റ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ മുകൾ ഭാഗം മാത്രം, ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. മൊത്തത്തിൽ കവർ കീറിപ്പോവാതെ ഇതുപോലെ ഒരു സൈഡ് മാത്രം വേണം പൊട്ടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അതിൽ നിന്നും കുക്കീസ് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലുള്ള സ്റ്റിക്കാണ് കുത്തി കൊടുക്കുന്നത്. നമ്മൾ കേക്ക്സിലൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റിക്ക്. ഇതാകുമ്പോൾ ഈ ഒരു കുക്കീസിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കും. പോപ്സിക്കിൾ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ സെൻറ്ററിലായിട്ട് ഈ ഒരു സ്റ്റിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുക്കീസിൽ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ 6 കുക്കീസ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ഈ ഒരു കുക്കീസ് പൊട്ടാതെ കുത്തി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ കുക്കീസ് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു സിപ്പ് ലോക്ക് ബാഗിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് പൊടിച്ച് വന്നപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത്രയും പൊടിയേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കവറിൽ നിന്നും ഓരോന്ന് എടുത്തിട്ട് സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടുള്ള ആ കുക്കീസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ സ്റ്റിക്ക് ഒന്ന് കറക്റ്റ് സെൻറ്ററിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ബാക്കിയുള്ള കവറിലെല്ലാം ഫില്ലാക്കി എടുക്കാം. ഈ ഒരു കുക്കീസിൽ സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് ഇരുന്നോളും. മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതി ഭാഗത്തിൽ നിന്നും കുറച്ചും കൂടെ ഫില്ലാക്കി എടുത്താൽ മതി. ഇതിൽ നമ്മൾ പിന്നീട് മിൽക്കിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ഈ ഒരു 6 പോപ്സിക്കിളിലേക്ക് 1.5 കപ്പ് പാല് മതിയാവും. അപ്പോൾ ഞാൻ കാച്ചാതെ തന്നെ, ഇവിടുത്തെ പാല് കാച്ചണമെന്നില്ല, അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മധുരം വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഓരോ കവറിലുമായിട്ട് ഫില്ലാക്കി കൊടുക്കാം. നമ്മൾ കുക്കീസിൻ്റെ പൗഡർ ഇട്ടിട്ടുള്ളതിൽ നിന്നും കുറച്ചുകൂടെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. ഈ കുക്കീസിലേക്ക് പാലൊക്കെ കുറച്ചൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ അത് അനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് കുറച്ചും കൂടെ അധികത്തിൽ പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പാൽ മൊത്തത്തിൽ ഈ 6 ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഓരോ കവറും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഇനി ഇത് ഫ്രീസറിലേക്ക് വയ്ക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു കുറഞ്ഞത് ഒരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടൂ. അപ്പോൾ ഞാനിത് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് തന്നെ വരും.
നന്നായിട്ട് തന്നെ ഐസായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ കവറും ഓപ്പൺ ആക്കിയിട്ടെടുക്കാം. നല്ലൊരു ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കീസ് ഞാൻ എടുത്തപ്പോൾ കുറച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും ഒരു ഡാർക്ക് കളറിൽ വന്നിട്ടുള്ളത്. ഒരുപാട് പൊടിക്കാതെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വൈറ്റ് കളറിൽ തന്നെ കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോപ്സിക്കിളാണ്. ഓറിയോ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കവറിൽ നിന്ന് എടുക്കാൻ പറ്റും. മോൾഡ് ഇല്ലാതെ ഈ ഒരു പോപ്സിക്കിൾ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ആക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പോപ്സിക്കിളാണ്. ട്രൈ ആക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്